ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ നമ്മൾ ഇനി ട്യൂഷൻ ഉണ്ട് കേട്ടോ. സമയം 8:30 തോന്നുന്നു. അപ്പോൾ പച്ചരി ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അരച്ചിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ ഇതാ അരിയാട്ടി വന്നപ്പോൾ നമുക്ക് അപ്പം ചുടണം. ഇത് സെറ്റായിട്ടോ. അപ്പോഴത്തേക്ക് ഇതാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പം ചുടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. അപ്പോൾ ചായക്കുള്ള വെള്ളം ഇപ്പുറത്ത് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ പണികൾ പെട്ടെന്ന് തീർത്താൽ ഒക്കൊന്ന് നേരത്തെ പോകേണ്ടി വരും കേട്ടോ. ട്യൂഷനൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് കഴിയാൻ ചെയ്യുമല്ലോ. അത് ഒരു കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനിറ്റിന് 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 7:15 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകേണ്ടി വരും കേട്ടോ. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ ചായ കടി അത് റെഡി ആവും കേട്ടോ. അപ്പം ഇതിൻ്റെ കഴിഞ്ഞ് തുടച്ച് ഓരോ മുൻപത്തേക്ക് ചൂടിൽ വേണം കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങനെ ആവും ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ഓരോ ഫ്രണ്ടിനൊന്ന് വിളിച്ച് ചോദിച്ചേക്കാം കേട്ടോ. അവളെപ്പോഴാണ് പോകണമെന്ന് അറിയാൻ. നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അവളെ കൂടെ പോകണം. പിന്നെ അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഓള് കറിയൊക്കെ ആണേനെ മുന്നേ കഴിച്ചിട്ട്, ഞാൻ പിന്നെ കറിയൊക്കെ ആയിട്ടാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ ഫോണ് ചാർജ് ചെയ്തിട്ടത് കൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അങ്ങനെ ആവില്ല കേട്ടോ. രാത്രി ഞങ്ങൾ രണ്ടാളും എപ്പോഴായാലും ഒരുമിച്ചുള്ളൂ കേട്ടോ കഴിക്കുക. അപ്പോൾ ഇനി രാത്രിക്കത്തെ വിശേഷങ്ങളെന്ന് പറയാൻ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുക കാര്യങ്ങളൊക്കെ ഉള്ളൂട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ചുടനീൻ്റെ ഇടയിൽ നമ്മൾ ചാവടിയും കഴിയുന്നുണ്ട്. ചായയുടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം ചുട്ടും ബാക്കി വന്നിട്ടുള്ള മാവുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ നമുക്ക് സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടോ. ആ സമയമായി തുടങ്ങി 8 മണി ആയിട്ടോ. അപ്പോൾ ഓക്കെ, ഞാനത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. അപ്പോൾ കേട്ടോ അങ്ങനെ ഞാൻ സ്കൂളിലെത്തിയിട്ടോ. പിന്നെ നമുക്ക് പോകുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ അമ്മ അങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ അങ്ങനെ കോളിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കാര്യങ്ങളും എടുത്തില്ല. അപ്പോൾ ഇവിടെ എത്തി. എൻ്റെ ക്ലാസ് ഫ്രീ ആണ്, ആരും എത്തിയിട്ടില്ല, എത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികൾ അപ്പുറത്തൊക്കെ കുട്ടികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരാളല്ലെങ്കിൽ ഒരാളെ ഞങ്ങൾ എന്തായാലും നേരത്തെ എത്തണം കേട്ടോ. ഞാൻ എത്താത്ത ദിവസം മറ്റേ ടീച്ചർ എത്തും. അങ്ങനെ ആണ് ഞങ്ങൾ തങ്ങിലോട്ടോ. ആ ടീച്ചർ ഇപ്പോൾ വരും കേട്ടോ. ഞങ്ങൾ രണ്ടാളും എപ്പോഴും നേരത്തെ എത്തും, വൈകി പോവുകയും ചെയ്യും കേട്ടോ. കാരണം നമുക്ക് അടുത്തായതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഇത് നേരെ ഇതാക്കിയിട്ട് വേണം പോകാനല്ലോ. കുട്ടികൾ പോയി കഴിയുമ്പോഴത്തേക്കിനെ 4:45 5 മണിയാവട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്നുള്ള ബസ് ഡ്യൂട്ടി ഉണ്ടാകും ടീച്ചേഴ്സിനൊക്കെ. പക്ഷെ നമ്മളെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇതാക്കുക എന്നുള്ളത്. പിന്നെ താത്തമാരുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വലിയ റിസ്ക് ഉണ്ടാവില്ല കേട്ടോ. അതില്ലാത്ത കുട്ടികളാണ് നമുക്ക് ഇതാക്കി വണ്ടി കയറുന്നതും ഒക്കെ നോക്കി നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പം ഇനി നമുക്ക് ലഞ്ചിന് കാണാൻ പറ്റുവാണേ കാണാം. അപ്പം ഇങ്ങനെ ഇതാ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള ടൈമായിട്ടോ. കുമ്പളങ്ങക്കറി സോയ മസാലയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂൾ വിട്ട് പോകുന്നു കേട്ടോ. കുറച്ച് നേരത്തെ എത്തിയില്ലേ? പിന്നെ എന്നാലും നമ്മൾ എന്നോ എത്തുന്നേക്കാട്ടിൽ നേരത്തെ എത്തിയില്ലേ? 5:30 ആവാനാവും. 4:45 നമ്മൾ അവിടുന്ന് ഇറങ്ങല്. ഇന്ന് 4:35 ഇറങ്ങിക്കോളൂ. അപ്പം അതിനെല്ലാം നേരത്തെ എത്തിക്കോളൂ. കറി ആയിട്ടാണ്. ഓക്കെ, വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. നമ്മൾ സ്കൂളിൽ വന്നേ. ഇപ്പം നമ്മൾ ചോറിനുള്ളത് വെച്ചു കേട്ടോ. ഫുള്ള് സെറ്റാക്കി വെച്ചു. ഇപ്പം നമുക്ക് തക്കാളി ചട്നി ഉണ്ടാകാം കേട്ടോ ഇന്ന്. അപ്പോൾ അതിനുള്ളത് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണത് എന്താണെന്നറിയാം, നമ്മൾ പുകയ്ക്കണതാണ് കേട്ടോ. നല്ല കൊതുശല്യമാണ്. അപ്പോൾ കുറച്ച് ചീമക്കൊന്നേൻ്റെ എല്ലാം ഇട്ടിട്ട് ഒന്ന് പുകച്ചിട്ട് കഴിഞ്ഞാൽ കൊതുകുകളൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് പുകച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്തൊന്നും നമ്മൾ അടുക്കളയിൽ നിൽക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി അടുക്കളയിലെത്താൻ. അപ്പോൾ
നല്ല അത്യാവശ്യത്തിന് നല്ല ഹോണാണ് പുകച്ചു കൊടുത്താലും കൊതുശല്യം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അത് അവിടെ അങ്ങനെ പൊതിഞ്ഞ് നിൽക്കട്ടെ. ഒന്നിന് കത്തി സെറ്റായി കിട്ടി നമ്മളിവിടെ താഴത്തേക്ക് ഇറക്കി വെക്കും കേട്ടോ. അത് ഇപ്പം ഞാൻ ഇതും കൂടെ സെറ്റാക്കാനുള്ളത് നോക്കട്ടെ കേട്ടോ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ അതാ രാത്രിക്കത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമ്മൾ ഒന്ന് കുളിച്ചിട്ടില്ല കേട്ടോ, കുളിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ചായയുടെയൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ രാത്രിക്കൊക്കെ ഇപ്പം എന്താണ് ചോറുണ്ട്, തക്കാളി ചട്നി അത് ഞാൻ ഉണ്ടാക്കി, പിന്നെ വാഴക്കുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അതും ഒന്ന് ജസ്റ്റ് ചൂടാക്കി വെച്ചു. കാരണം നമ്മൾ നേരം 7 മണിയാകുമ്പോൾ നിസ്കാരം കഴിഞ്ഞേക്ക് നമ്മൾ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ നേരത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഫുഡ് ദഹിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കിടക്കാനും നല്ലൊരു സുഖീകരണം. പിന്നെ രാവിലെ നേരത്തെ നമ്മൾ നീക്കുന്ന സമയത്ത് നല്ല കൊടും വിശപ്പാക്കാറ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ അതും ചമിക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മളെ രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.